നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സഹകരണ മേഖലയിലേക്ക് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലേക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് ഇപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് ഇപ്പോൾ എക്സാമിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ പോസ്റ്റുകളിലേക്ക് 10ാം ക്ലാസ്സും ഡിഗ്രിയൊക്കെ യോഗ്യതയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ട്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ജൂനിയർ ക്ലർക്ക്, സെക്രട്ടറി, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങിയ ധാരാളം പോസ്റ്റുകളിലേക്കായിട്ട് വിവിധ സഹകരണ സ്ഥാപനങ്ങളിലേക്ക്, ബാങ്കുകളിലേക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സംഘങ്ങളിലേക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ബാങ്കുകളിലൊക്കെ ഒഴിവ് വന്നിട്ടുണ്ടോ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഓരോ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. നമുക്ക് ടെലഗ്രാം ചാനലുണ്ട്, അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ റെഗുലർ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി എന്നുള്ള പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡാണ് എക്സാം നടത്തുന്നത്. അപ്പോൾ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 15/5/2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ലാസ്റ്റ് തീയതി നിന്ന് നോക്കി വെക്കുക, 2/7/2024 വരെ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നേരിട്ടുള്ള നിയമനമാണ്, എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആ ഒരു പ്രൊഫൈൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് www.ceseb.kerala.government.in എന്ന വെബ്സൈറ്റ് വഴി ഒരു വൺ ടൈം പ്രൊഫൈൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അവരുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് PSCക്ക് അപ്ലൈ ചെയ്യുന്നത് പോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിപ്പോൾ കാറ്റഗറി നമ്പർ വന്നിരിക്കുന്നത് 2/2024 ആണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് പോസ്റ്റാണിപ്പോൾ ഈ ഒരു പോസ്റ്റ്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്ന സമയത്ത് എല്ലാ വിഷയങ്ങൾക്കും ചേർത്ത് 50% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് സഹകരണ ഫയർ ഡിപ്ലോമയും സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നും BSc അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാല അംഗീകരിച്ചതും സഹകരണം ഐച്ഛികമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും 50% മാർക്കിൽ കുറയാതെയുള്ള BCom ബിരുദവും ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് വായിച്ച് തന്നെ നോക്കുക. ഇപ്പോൾ വിവിധ സംഘങ്ങളുടെ പേര് കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എറണാകുളം ജില്ലയിലുണ്ട്, തൃശ്ശൂർ, താന്യം, അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ ആൻഡ് കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലൊക്കെ വിളിച്ചിട്ടുണ്ട്. കൊല്ലങ്കോട് പാലക്കാട് ജില്ല, ഒഞ്ചിയം കോഴിക്കോട്, പയ്യാവൂർ കണ്ണൂർ, പിലിക്കോട് കാസർഗോഡ്, ഇത്രയും സംഘങ്ങളിലേക്ക് ഇപ്പോൾ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലേക്കും സംഘങ്ങളിലേക്കായിട്ട് ഏതാണ്ട് 7ഓളം ബാങ്കുകളിലേക്കും സംഘങ്ങളിലേക്കായിട്ട് ഇപ്പോൾ ഒഴിവ് വന്നിട്ടുണ്ട്. ഓരോ ഒഴിവ് വീതമാണ് ഉള്ളത്. അതുപോലെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആണ് എങ്കിൽ ഓരോ ബാങ്കിലേക്കും പേ സ്കെയിൽ വ്യത്യസ്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 28,000 ആണ് ഈ ഒരു എറണാകുളം ജില്ലയിലെ ബാങ്കിലേക്ക് വരുന്നത്. എന്നാൽ തൃശ്ശൂരാണ് എങ്കിൽ 19,890 രൂപയാണ്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇതിൽ ഫീയും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾ 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവരായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വയസ്സെലവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയ ശേഷം ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുക. തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതെല്ലാന്നും കൂടി പ്രത്യേകം പറയുന്നുണ്ട്. 150 രൂപയാണ് അപേക്ഷ ഫീസായിട്ട് വരിക. പ്ലസ് നിങ്ങൾക്ക് എല്ലാ സംഘങ്ങളിലേക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പ്ലസ് നിങ്ങൾ 50 രൂപ കൂടി ഓരോ സംഘത്തിലേക്കായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് വിജ്ഞാപനം വന്നിരിക്കുന്നത് 5/2024 ആണ്. അവസാന തീയതി 2/7/2024 തന്നെയാണ്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെയിം ഡേറ്റ് ആണ്, 15/5 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്. ഏതാണ്ട് 3ഓളം സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു ഒഴിവാണുള്ളത്. 16,890 രൂപയൊക്കെ ബേസിക് പേ ആയിട്ട് സ്റ്റാർട്ടിങ് ലഭിക്കുന്നതാണ്.
എലപ്പുള്ളി സർവീസ് സഹകരണ ബാങ്കിലേക്കാണെങ്കിൽ ഡാറ്റ എൻട്രിക്ക് 2 ഒഴിവ് വന്നിട്ടുണ്ട്. അതിലേക്ക് 18,300 ബേസിക് സാലറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്ന സമയത്ത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് യോഗ്യതയായിട്ട് വരുന്നത്. അതോടൊപ്പം കേരള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച സ്ഥാപനത്തിലെ ഡാറ്റ എൻട്രി കോഴ്സ് കൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഒരു അംഗീകൃത സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ ജോലി ചെയ്തുള്ള 1 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രായപരിധി 18 to 40 വയസ്സ് തന്നെയാണ്. 1/1/2024 18 വയസ്സും 40 വയസ്സും അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനും അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ എല്ലാ പോസ്റ്റുകളിലേക്കും സെയിം തന്നെയാണ്. 150 രൂപയാണ് വരുന്നത്. തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിൽ 50 രൂപ വീതവും അധികമായിട്ട് അപേക്ഷാ ഫീസായിട്ട് അടക്കണമെന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ വയസ്സളവും കാര്യങ്ങളൊക്കെ സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജൂനിയർ ക്ലർക്ക് പോസ്റ്റാണ്. ജൂനിയർ ക്ലർക്ക് ഇതിനൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. അപേക്ഷാ തീയതിയും കാര്യങ്ങൾക്ക് സെയിം ഡേറ്റ് തന്നെയാണ്. 2/7 ലാസ്റ്റ് ഡേറ്റ്. 15/5 ആണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കാറ്റഗറി നമ്പർ 3/2024 വിദ്യാഭ്യാസ യോഗ്യത ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ കാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്ന സമയത്ത് സഹകരണ നിയമത്തിന് വിധേയമായിട്ട് SSLC അഥവാ തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം സബോർഡിനേറ്റ് പേഴ്സണൽ ഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് അടിസ്ഥാന യോഗ്യത ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് പ്രസ്തുത ജില്ലയിലെ സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലെ നിയമനത്തിന് കർണാടക സംസ്ഥാന സഹകരണ ഫെഡറേഷൻ നടത്തുന്ന സഹകരണ ഡിപ്ലോമ കോഴ്സ് GDC, കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജൂനിയർ ഡിപ്ലോമ ഇൻ കോഓപ്പറേഷൻ തുല്യമായിട്ട് അടിസ്ഥാന യോഗ്യതയും ഉണ്ടായിരിക്കേണ്ടതാണ്. കൂടാതെ സഹകരണം ഐച്ഛിക വിഷയമായിട്ട് എടുത്ത് BCom ബിരുദം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, സഹകരണ ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയുടെ BSc ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 2 ഒഴിവുകളായിട്ട് വിവിധ ബാങ്കുകളിലേക്കായിട്ട് 6ഓളം ഒഴിവുകൾ, 6അല്ല ഏതാണ്ട് ധാരാളം ബാങ്കുകളിലേക്കായിട്ട് ഒഴിവ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 87ഓളം ബാങ്കുകളിലേക്കായിട്ട് വിവിധ ജില്ലകളിലായിട്ട് 14 ജില്ലയിലുമായിട്ട് ഏതാണ്ട് 87ഓളം ബാങ്കുകളിലായിട്ട് 100-ലധികം വേക്കൻസി ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ചില ബാങ്കുകളിൽ ധാരാളം വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ബാങ്കിലേക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സഹകരണ സംഘത്തിലേക്ക് ബാങ്കുകളിലേക്ക് നിങ്ങൾക്ക് ഒരു ബാങ്കിലേക്ക് മാത്രമല്ല, നിങ്ങളുടെ നാട്ടിലിപ്പോൾ ധാരാളം ബാങ്കുകൾ ഈ ഒരു ലിസ്റ്റിലുണ്ട് എങ്കിൽ ആ ബാങ്കിലെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു പോസ്റ്റ് നോക്കുന്ന സമയത്ത് സെക്രട്ടറി പോസ്റ്റാണ്. സെക്രട്ടറി പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 1/2024 ഡേറ്റും കാര്യങ്ങൾക്ക് സെയിം ആണ്. 2/7 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിലേക്ക് ഡിഗ്രി വിത്ത് HDC ആൻഡ് BM വിത്ത് 7 years എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. അതോടൊപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് BSc കോഓപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിലുള്ള BSc ഉണ്ട് എങ്കിൽ ഫ്രം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വിത്ത് 5 year എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ MCom വിത്ത് ഫിനാൻസ് ആസ് ദി മെയിൻ സബ്ജക്റ്റ് ഓർ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ വിത്ത് 3 years എക്സ്പീരിയൻസ് ഇൻ ബാങ്കിങ് സെക്ടർ ആൻഡ് ഹാവിങ് കോപ്പറേറ്റീവ് ക്വാളിഫിക്കേഷൻസ്. അല്ലെങ്കിൽ BCom ഓപ്പറേഷൻ ഡിഗ്രി ഉള്ളവർക്കും 7 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 2 ബാങ്കിലേക്കായിട്ടാണ് ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫീസും കാര്യങ്ങൾക്ക് സെയിം തന്നെയാണ്. ഇനി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റ് കൂടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആണെങ്കിൽ 4/2024 നോട്ടിഫിക്കേഷൻ്റെ നമ്പർ വരുന്നത്. 2/7 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. വിദ്യാഭ്യാസ യോഗ്യത നോക്കുന്ന സമയത്ത് BTech ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. IT ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT-യിലുള്ള MSc അല്ലെങ്കിൽ MCA ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ചോദിക്കുന്നത് മിനിമം 3 വർഷത്തെ
എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലുള്ള 3 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിൻ തുടങ്ങിയ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. 4ഓളം ബാങ്കുകളിലേക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെയും അപേക്ഷാ ഫീസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.